ഹായ് ഫോക്സ്, എല്ലാവർക്കും എസ് കെ റാൻസിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഇവിടെ വന്നിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ഞാൻ ഹൈദരാബാദുള്ള പ്രീമിയം ലാർജ് ഫോർമാറ്റ് സ്ക്രീൻ ആയിട്ടുള്ള PCX അവിടെ പോയിട്ട് സൂപ്പർമാൻ ഇപ്പോൾ റിലീസായിട്ടുള്ള സൂപ്പർമാൻ പടം കാണാനുള്ളൊരു ചാൻസ് കിട്ടി. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസും പിന്നെ ഈ സ്ക്രീനിനെ പറ്റിയും ഒരു ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് വിശകലനം ചെയ്യാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ടിപ്പോൾ പ്രസാദ്സ് എന്നുള്ള മൾട്ടിപ്ലെക്സ് അതിനെപ്പറ്റി പറയാനാണെങ്കിൽ നമ്മുടെ ഹൈദരാബാദ് NTR മാർഗ് അവിടെ ഒരു ലാസ്റ്റ് 20 വർഷത്തോളമായിട്ട് ആക്റ്റീവായിട്ടുള്ളൊരു തിയേറ്ററാണ്. 2003 ഈ തിയേറ്റർ പണിയുന്ന സമയത്ത് ഇത് ഒരു 70mm GT IMAX സ്ക്രീനായിട്ടാണ് ഇതുണ്ടാക്കിയത്. അപ്പോൾ അന്ന് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ മൂന്നാമത്തെ ഐമാക്സ് സ്ക്രീനായിരുന്നു. അപ്പോൾ ഈ സ്ക്രീൻ ഒരു വലിയ സംഭവമായിരുന്നു അന്നത്തെ കാലത്ത്. കാരണം അന്നത്തെ എല്ലാ ഐമാക്സ് പടങ്ങളും ഇവിടെ റിലീസായിരുന്നു. അന്ന് ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ഐമാക്സ് സ്ക്രീൻ അങ്ങനെ എന്തോ ഉള്ളൊരു ഒരു ടൈറ്റിൽ ഈ സ്ക്രീനിനുണ്ടായിരുന്നു. നമ്മുടെ ക്രിസ്റ്റഫർ നോലൻ്റെ ഇൻറ്റർസ്റ്റെല്ലാർ അത് 70mm ഫിലിമിൽ 2014 ഇവിടെ പ്ലേ ചെയ്തിരുന്നു അന്ന്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ 2022 ആയപ്പോൾ അവർ ഇതിനിടയ്ക്ക് വെച്ചിട്ട് അവർ ഐമാക്സ് ആയിട്ടുള്ള ലീസ് നിർത്തിയായി. അപ്പോൾ കുറച്ചും കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അന്നോട്ട് ടെക് സ്പെക്സ് ഒന്നും കുറയ്ക്കാതെ തന്നെ നല്ല രീതിയിൽ ഒരു പ്രീമിയം ലാർജ് ഫോർമാറ്റ് സ്ക്രീനാക്കി മാറ്റാൻ വേണ്ടിയിട്ട് അവർ PCX എന്നുള്ളൊരു ഐഡിയ കൊണ്ടുവന്നു. അത് ഇൻസ്റ്റാൾ ചെയ്തു. ഇപ്പോൾ 2022 തൊട്ട് അതൊരു PCX സ്ക്രീനായിട്ടാണുള്ളത്. എസ്പെഷ്യലി ഈ സ്ക്രീൻ 6 ഇവിടുത്തെ അതാണ്, ഇത് ഐമാക്സ് സ്ക്രീനായിരുന്നു, ഇപ്പോൾ അത് PCX സ്ക്രീനാണ്. അപ്പോൾ ഇവർ ഈ ഐമാക്സ് ആയിട്ടുള്ള ലീസ് എന്തിനാണ് മാറ്റിയത് എന്നുള്ളത് കുറേ പേർക്ക് ഒരു പ്രശ്നമായിരുന്നു. കാരണം എല്ലാവരും ഐമാക്സ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഹൈദരാബാദിന് ഐമാക്സ് ഇല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ഈ PCX ആയിട്ടും എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ വേറൊരു ഇന്ത്യയിലത്തെ ഏത് ഐമാക്സ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിലും അതിനോട് തന്നെ കിടപിടിച്ച് നിൽക്കും ഈ സ്ക്രീൻ. അമ്മായിരത്തെ സ്ക്രീനാണ്. അപ്പം അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ഡീപ്പ് ഡൈവ് ചെയ്യാം. നമുക്ക് ഈ ഐമാക്സ് ആയിട്ടുള്ള ഹിസ്റ്ററി അതിനെക്കുറിച്ച് കാര്യം നോക്കുകയാണെങ്കിൽ KD ക്ലൗഡിയുടെ ഒരു യൂട്യൂബ് വീഡിയോ ഉണ്ട്, അത് എടുത്ത് നോക്കിയാൽ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യത്തിലേക്ക് കിടക്കാം. പ്രസാദ്സിൻ്റെ ഈ 6 സ്ക്രീനിലുള്ള മൾട്ടിപ്ലെക്സ് ഈ ലൊക്കേഷനിലേക്ക് എത്താനായിട്ട് ഇത് എവിടെയാണ് എക്സാക്ട്ലി സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹൈദരാബാദിലെ ഖൈരതാബാദ് എന്നുള്ള ഏരിയയിലാണ് ഈ ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ആക്ച്വലി ഹൈദരാബാദ് സിറ്റിയുടെ നടുക്കായിട്ട് വരും എന്ന് പറയാം, അല്ലെങ്കിൽ മധ്യഭാഗത്ത് ഹൃദയഭാഗത്തൊക്കെ ആയിട്ടാണ് ഈ ഏരിയാസ് ഉള്ളത്. ഇതിനടുത്ത് ഉള്ള മേജർ ആയിട്ടുള്ള ബിൽഡിങ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അട്രാക്ഷൻസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ NTR ഗാർഡൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഡോക്ടർ BR അംബേദ്കർ തെലങ്കാന സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് ബിൽഡിംഗ് ഒക്കെ ഇതിനടുത്താണ്. ഇവിടെ ഏറ്റവും അടുത്തുള്ള മെട്രോ സ്റ്റേഷൻ നമ്മുടെ ഖൈരതാബാദ് സ്റ്റേഷനാണ്. അപ്പോൾ അതേപോലെ തന്നെ സിറ്റിയുടെ പല ഭാഗത്തു നിന്നും നമുക്ക് ഇവിടേക്ക് മെട്രോ പിടിച്ചു വരാവുന്നതാണ്. അതായത് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ നോക്കുകയാണെങ്കിൽ കച്ചിഗുഡയോ അല്ലെങ്കിൽ സെക്കൻഡറാബാദ് റെയിൽവേ സ്റ്റേഷൻ അടുത്തൊക്കെയുള്ള മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഇവിടേക്ക് മെട്രോ പിടിച്ചു വരാം. അതേപോലെ തന്നെ റോഡ് വഴിയാണെങ്കിലും ഇപ്പോൾ നമ്മുടെ എയർപോർട്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ രാജീവ് ഗാന്ധി എയർപോർട്ട് ഹൈദരാബാദിൽ നോക്കുകയാണെങ്കിൽ നല്ല കണക്ടിവിറ്റി ഉണ്ട്. ട്രാഫിക് ഉണ്ടാവും പീക്ക് അവേഴ്സിൽ, പക്ഷെ അതൊഴിച്ചാൽ ഇവിടെ എത്തിപ്പറ്റാൻ കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്. കാരണം ഇത് മറ്റേ സിറ്റിയുടെ മധ്യഭാഗത്തായ കാരണം. ഞാൻ ഇങ്ങോട്ട് യാത്ര ചെയ്തത് നമ്മുടെ ബാംഗ്ലൂരിൽ നിന്നാണ്. അപ്പോൾ ബാംഗ്ലൂർ ഹൈദരാബാദ് വന്ദേ ഭാരത് ബുക്ക് ചെയ്തിട്ട് അതിലാണ് പോയത്. അപ്പോൾ ഈ വെള്ളിയാഴ്ച റിലീസായിട്ടുള്ള സൂപ്പർമാൻ പടത്തിൻ്റെ 3Dയും 2Dയും ഷോസ് വെള്ളിയാഴ്ച തന്നെ ഞാനിവിടെ കണ്ടു, അതായത് നമ്മുടെ 11th ജൂലൈ. അപ്പോൾ ഈ തിയേറ്ററിൻ്റെ ആംബിയൻസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇവിടെ ഈ മൾട്ടിപ്ലെക്സിൽ സൈസ്, ഈ ബിൽഡിങ്ങിൻ്റെ സൈസ് മൊത്തം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 2.35 ലക്ഷം സ്ക്വയർ ഫീറ്റാണ് ഇതിൻ്റെ ഏരിയ വരുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഒരു 6 സ്ക്രീൻ മൾട്ടിപ്ലെക്സ്, ഒരു ഫുഡ് കോർട്ട്, അതേപോലെ തന്നെ 2 ലെവലിലായിട്ടുള്ള ഒരു ചെറിയ ഷോപ്പിംഗ് മോൾ അനുഭവം, ഇതൊക്കെ ഈ ബിൽഡിങ്ങിനകത്തുണ്ട്. ബിൽഡിങ് മൊത്തം നോക്കുകയാണെങ്കിൽ ഇതൊരു സെൻട്രലി എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്.
ഇവിടെ എൻട്രൻസിൽ നമുക്ക് നമ്മുടെ സെക്യൂരിറ്റി ചെക്ക് ഉണ്ടാവും. അതേപോലെ തന്നെ സെക്കൻഡ് ഫ്ലോറിൽ ബാക്കിയുള്ള സ്ക്രീനിലേക്ക് കയറാനുള്ള ആ ഒരു സ്റ്റേഴ്സിൻ്റെ അവിടെയും കുറേ സെക്യൂരിറ്റി ചെക്ക് ഉണ്ടാവും. ഇപ്പോൾ ബിൽഡിങ്ങിൻ്റെ പുറത്തുനിന്ന് നോക്കുകയാണെങ്കിൽ നല്ല നീളത്തിലുള്ള ഒരു ഏരിയ ആണ് അതിൻ്റെ ഫ്രണ്ട് സൈഡായിട്ട് നമുക്ക് കാണാൻ പറ്റുക. ഇവിടെ കുറച്ച് സ്റ്റെപ്സ് ഒക്കെ ഉണ്ട്. ഈ സ്റ്റെപ്സ് വഴി നമ്മുടെ തിയേറ്ററിൻ്റെ എൻട്രൻസിലേക്ക് നമുക്ക് പോവാം. അതേപോലെ തന്നെ കുറച്ചുകൂടി റൈറ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ വേറെ കുറച്ച് റെസ്റ്റോറൻറ്റ്സിൻ്റെ എൻട്രൻസും അവിടെ വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ പിസ്സ ഹട്ട്, KFC, മെക്ഡൊണാൾഡ്സ് ഇതിൻ്റെയൊക്കെ എൻട്രൻസ് അപ്പുറത്തെ റൈറ്റ് സൈഡ് കാണാൻ പറ്റും ബിൽഡിങ്ങിലേക്ക്. പിന്നെ നമ്മുടെ ഇവിടെ ബാഗ് വെക്കാനായിട്ട് ലെഫ്റ്റ് സൈഡ് ഒരു ബാഗേജ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ബാഗ് വെക്കാം. പിന്നെ അവർ ചില സമയത്ത് ബാഗ് കൊണ്ടുപോകാൻ അനുവദിക്കുകയാണെങ്കിൽ ഒരു സ്ലിപ്പ് തന്നു വിടും. അതവിടെ സെക്യൂരിറ്റി ചെക്കിൽ കാണിച്ചാൽ മതി. പിന്നെ നമ്മുടെ വാഹനം പാർക്കിംഗ് ചെയ്യാനായിട്ട് ഒരു അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഉണ്ട്. അതേപോലെ തന്നെ പുറത്ത് കുറച്ച് 2 വീലറൊക്കെ വെക്കാനുള്ള സ്ഥലം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ പുറത്തുനിന്ന് നോക്കുകയാണെങ്കിൽ ഒരു ഡോം പോലത്തെ ഒരു സ്ട്രക്ചറാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഇത് ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഡോം സ്ട്രക്ചറാണ്. അവിടെ ഈ ലേറ്റസ്റ്റ് ആയിട്ട് വരാൻ പോകുന്ന സിനിമയുടെ ഒരു വലിയ വമ്പൻ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അത് ടെമ്പററി ആണ്. അതിങ്ങനെ സിനിമയ്ക്ക് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും സമയം. പിന്നെ നമ്മൾ ഈ ബിൽഡിങ്ങിലേക്ക് കടക്കുമ്പോൾ ആദ്യം നമുക്ക് ഗ്രൗണ്ട് ഫ്ലോർ ഒരു സെക്യൂരിറ്റി സ്കാൻ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു എസ്കലേറ്റർ മുകളിലേക്ക് കയറാൻ. അതേപോലെ സൈഡിലൊരു സ്റ്റെപ്പ് ഉണ്ട് മുകളിലേക്കും താഴേക്കും പോകാനായിട്ട്. പിന്നെ ഇതിൻ്റെ പുറകിലായിട്ടൊരു ഫുഡ് കോർട്ട് ഏരിയ കൊടുത്തിട്ടുണ്ട്. ആ ഫുഡ് കോർട്ട് ഏരിയയിൽ അത്യാവശ്യം കുറച്ച് റെസ്റ്റോറൻറ്റ്സും കുറച്ച് നല്ല ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അവിടെ ഇരുന്ന് കഴിക്കാം. പിന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡ്, ഈ സ്റ്റെയറിൻ്റെ റൈറ്റ് സൈഡ് നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ബോക്സ് ഓഫീസ് കൗണ്ടർ, ടിക്കറ്റ് എടുക്കാനുള്ള, നമ്മൾ അവിടെ പോയി ടിക്കറ്റ് എടുക്കാനുള്ള ഒരു കൗണ്ടർ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എടുക്കാവുന്നതാണ്. ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്ന ഓപ്ഷൻസ് ഉണ്ടല്ലോ. അതായത് നമ്മുടെ ഓൺലൈൻ വഴി ബുക്ക് മൈ ഷോ വഴിയൊക്കെ നമുക്ക് എടുക്കാം. പിന്നെ പ്രസാദ്സിൻ്റെ അവരുടെ തന്നെ വെബ്സൈറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലും ടിക്കറ്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ അവിടുന്ന് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരികയാണെങ്കിൽ അവിടെയാണ് നമ്മുടെ ഈ PCX സ്ക്രീൻ ഉള്ളത്. അതായത് സ്ക്രീൻ 6 അതാണ് നമ്മുടെ PCX സ്ക്രീൻ. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുമ്പോൾ നമുക്ക് ഇടതുഭാഗത്തായിട്ട് ഒരു ഫുഡ് ആൻഡ് ബിവറേജ് കൗണ്ടർ കാണാം. അവിടെ നമുക്ക് ഈ പോപ്കോൺ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട്. അതേപോലെ തന്നെ എൻട്രൻസിൻ്റെ ഈ ഇടത് ഭാഗത്ത് നമുക്ക് ഒരു സ്ക്രീനിലേക്ക് ഒരു എൻട്രൻസ് ഉണ്ടാവും. അത് ഈ 1 തൊട്ട് 24 വരെയുള്ള സീറ്റിലേക്ക് ഉള്ള എൻട്രൻസ് ആണ്. പിന്നെ റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ പിന്നെ ഒരു ഫുഡ് ആൻഡ് ബിവറേജ് കൗണ്ടർ അവിടെയുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു എൻട്രൻസ് ഉണ്ട്. ആ എൻട്രൻസ് എന്ന് പറയുന്നത് നമ്മുടെ സീറ്റ് 25 തൊട്ട് 47 വരെയുള്ള സീറ്റിലേക്ക് കടക്കാനുള്ളതാണ്. പിന്നെ ഇതിൻ്റെയൊക്കെ റൈറ്റ് സൈഡായിട്ട് നമ്മുടെ വാഷ്റൂം ഉണ്ട്. പിന്നെ ലെവൽ 1 അവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ പിന്നെ അവിടുന്ന് ഒരു എസ്കലേറ്ററും സ്റ്റേഴ്സും ഉണ്ട്. അത് ലെവൽ 2ലേക്ക് പോകും. ലെവൽ 2ൽ ഈ സെക്യൂരിറ്റി സ്കാൻ ഉണ്ട്. കാരണം അവിടെ നിന്നാണ് നമ്മുടെ ബാക്കിയുള്ള മൾട്ടിപ്ലക്സിൻ്റെ ബാക്കി സ്ക്രീനിലേക്ക് കടക്കാൻ ലെവൽ 3ലേക്ക് പോകേണ്ടത്. അപ്പോൾ അവിടെ നമ്മുടെ നോക്കുകയാണെങ്കിൽ ലെവൽ 2ലും അത്യാവശ്യം കുറച്ച് കടകളും പിന്നെ ഒരു ഗെയിമിംഗ് ആർക്കേഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തിയേറ്ററിലെ സ്റ്റാർ എന്ന് പറയുന്നത് നമ്മുടെ ഈ സ്ക്രീനാണ്, തിയേറ്റർ സ്ക്രീനാണ്. അപ്പോൾ ആ ഒരു കൂറ്റൻ അല്ലെങ്കിൽ വമ്പൻ സ്ക്രീനാണിത്. അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ സ്ക്രീനിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ഒരു കതവ് വഴി കടക്കണം. ആ കതവ് വഴി കടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന കറുത്ത കളറിലുള്ളൊരു ടണൽ പോലത്തെ ഒരു സംഭവമാണ്. അതൊരു ഈ റെക്ടാങ്കുലർ ഷേപ്പിലുള്ളൊരു ടണൽ പോലത്തെ സംഭവം. ഇതിനകത്ത് ഫുള്ള് ഡാർക്കാണ്. കുറച്ച് മുകളിൽ സീലിങ്ങിൽ കുറച്ച് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് നമുക്ക് കണ്ണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അത് കൂടെ നടന്നിട്ട് പിന്നെ ടണലിൻ്റെ അറ്റത്ത് ഒരു ഡോറുണ്ട്. ആ ഡോറ് കിടന്നാൽ ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ആ സ്പേസിലാണ് നമുക്കിപ്പോൾ 3D പടമാണെന്നുണ്ടെങ്കിൽ അവിടെ 3D ഗ്ലാസ് തരാനൊക്കെ ആയിട്ട് ഈ സ്റ്റാഫ് അവിടെ ആയിരിക്കും നിൽക്കുന്നുണ്ടാവുക. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഇടതുഭാഗത്തൊരു ഡോറ് വരുന്നുണ്ട്. ആ ഡോറിൽ കൂടെ കിടക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ഓഡിറ്റോറിയത്തിലേക്ക് കിടക്കുന്നത്. ഓഡിറ്റോറിയത്തിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡ് കാണാൻ പറ്റുന്നത് നമ്മുടെ ഈ വമ്പൻ സ്ക്രീനാണ്. ആദ്യം നമ്മൾ കാണുന്ന ഈ വമ്പൻ സ്ക്രീനാണ് റൈറ്റ് സൈഡ്. അത് കഴിഞ്ഞാൽ ഇടത് ഭാഗത്താണ് നമ്മുടെ ഈ സ്റ്റേഡിയം പോലത്തെ സീറ്റിംഗ് എന്ന് വെച്ചാൽ നല്ല കുത്തനെയുള്ള സീറ്റിംഗ് ആണ്. ഇതൊരു മറ്റേ ഗ്രാൻഡ് തിയേറ്റർ ഐമാക്സ് സെറ്റപ്പിലുള്ളൊരു സീറ്റിംഗ് ആണ്. അപ്പോൾ ഈ എൻട്രൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ ഈ പൂനെയിലെ ഡോൾബി സിനിമാസിൽ പോയപ്പോൾ ഇതേപോലത്തെ ഒരു എൻട്രൻസ് ആയിരുന്നു. അതേപോലെ ലോകത്തുള്ള ബാക്കിയുള്ള ഡോൾബി സിനിമാസിലേക്ക് ഇതേപോലത്തെ ഒരു എൻട്രൻസ് ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കിഡിലൻ ആയിട്ടുള്ളൊരു കൺസ്ട്രക്ഷൻ ആണ് ഇവർ ചെയ്തേക്കണേ. ഇത് ഡോൾബി ഒക്കെ വരുന്നതിന് മുമ്പ് ചെയ്തേക്കണതാണ്. എന്ന് വെച്ചാൽ ഈ പുറത്തുള്ള ശബ്ദമോ അല്ലെങ്കിൽ ലൈറ്റോ ഒക്കെ വന്നിട്ട് അത് നമ്മുടെ ഈ ഓവറോൾ മൂവി എക്സ്പീരിയൻസിനെ കൊല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള നല്ലൊരു ബുദ്ധിപരമായ ഒരു ഐഡിയ ആണ്. അപ്പോൾ നമ്മുടെ ഈ PCX പ്രീമിയം ലാർജ് ഫോർമാറ്റിൻ്റെ സ്ക്രീൻ നോക്കുകയാണെങ്കിൽ ഇതൊരു
കൂറ്റൻ സ്ക്രീനാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ സ്ക്രീൻ കാണുന്നത്. അതായത് ഇതിൻ്റെ നീളവും ഹൈറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ നീളം 101.6 അടി നീളം, അതേപോലെ തന്നെ 64 അടി പൊക്കം. ഇത് സ്ക്രീൻ മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രോങ് MDI സ്ക്രീൻ, അവരുടെ ആ കമ്പനി നിർമ്മിച്ചിട്ടുള്ള സ്ക്രീനാണ്. അടിപൊളി സ്ക്രീനാണത്. ഇതിൻ്റെ ആസ്പെക്ട് റേഷ്യോ നോക്കുകയാണെങ്കിൽ 1.5875:1 അങ്ങനെ ഒരു ആസ്പെക്ട് റേഷ്യോ, അതായത് ഫ്ലാറ്റ് ആണ്, ബേസിക്കലി ഫ്ലാറ്റ് ആസ്പെക്ട് റേഷ്യോ. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഫ്ലാറ്റ് പടങ്ങളൊക്കെ കാണാൻ ബെസ്റ്റ് ആയിരിക്കും. അതായത് 1.85:1 അല്ലെങ്കിൽ ഐമാക്സിലൊക്കെ ഇറങ്ങാറുള്ള 1.90:1 അങ്ങനത്തെ ഫ്ലാറ്റ് പടങ്ങൾ കാണാൻ ഏറ്റവും ബെസ്റ്റ് സ്ക്രീൻ ഇത് തന്നെയാണ് ഹൈദരാബാദുള്ളത്. അപ്പോൾ പിന്നെ ഈ പ്രൊജക്ടർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഉള്ളത് എന്ന് പറയുന്നത് ഡ്യുവൽ ബാർക്കോ, അതായത് 2 പ്രൊജക്ടർ ഉണ്ട്. ബാർക്കോയുടെ DP4K 60L എന്നുള്ള ലേസർ പ്രൊജക്ടേഴ്സ് ആണ് രണ്ടും. ഇത് എന്ന് പറയുന്നത് നമ്മുടെ 4Kയിലൊക്കെ വിഷ്വൽസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു രക്ഷ ഉണ്ടാവില്ല. അമ്മായിരത്തെ അൾട്രാ ഷാർപ്പായിട്ടുള്ള വിഷ്വൽസ് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ പ്രൊജക്ടേഴ്സ് ബാക്കിയുള്ള ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള ബാക്കി ഐമാക്സ് പ്രൊജക്ടറൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനൊക്കെ കിടപിടിച്ച് നിൽക്കാൻ പറ്റിയ പ്രൊജക്ടേഴ്സാണ് ഇവിടെ ഉള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ള നിറങ്ങൾ, കളേഴ്സ്, അല്ലെങ്കിൽ ആ ഡീറ്റെയിലിംഗ് ഒക്കെ നല്ല കിടിലനായിട്ട് ഇവിടെ കാണാൻ പറ്റും. എസ്പെഷ്യലി നോക്കുകയാണെങ്കിൽ നമ്മുടെ 3D പടത്തിനൊക്കെ ഈ പ്രൊജക്ടർ ബെസ്റ്റ് ആണ്. കാരണം ഇവിടെ ഈ പ്രൊജക്ടറിന് ഡോൾബി 3D ആണ് ഇത് സപ്പോർട്ട് ചെയ്യണേ. എന്ന് വെച്ചാൽ അതുവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ളൊരു 3D ഫോർമാറ്റാണ് ഈ 2 പ്രൊജക്ടറിന് അത് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അത് കാരണം തന്നെ ഇവിടെ ഡോൾബി 3D ഗ്ലാസ് ആണ് യൂസ് ചെയ്തേക്കണേ. ഇതെന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം ഫിൽറ്റർ ഉപയോഗിച്ചിട്ട് മറ്റേ സ്ക്രീനിൽ നിന്ന് വരുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ഈ ലൈറ്റിന്റെ വേവ് ലെങ്ത് ഉണ്ടല്ലോ, അതിനനുസരിച്ച് ഈ ഗ്ലാസ് ഫിൽറ്റർ മാറ്റിക്കൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഈ 3D കിട്ടുന്നത്. ഈ ഡോൾബി 3D ഗ്ലാസ് ഇവർ തരുന്നത് ഒരു പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയ ഒരു സാധനം. അത് നല്ല ഇത് ഡോൾബി സിനിമയിലും ഡോൾബി 3D ആണല്ലോ യൂസ് ചെയ്യണത്. അപ്പൊ അതിന് കുറച്ച് പുറകിലാന്ന് പറയാം. പക്ഷെ എന്നാലും അത്രത്തോളം തന്നെ നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ശബ്ദം എടുത്തു നോക്കുകയാണെങ്കിൽ ഇവിടെ ആസ് യൂഷ്വൽ നമ്മുടെ ഡോൾബി അറ്റ്മോസ് സെറ്റപ്പാണ് വെച്ചിട്ടുള്ളത്. അതിന് ഉപയോഗിച്ചിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് CP950A എന്നുള്ള ഒരെണ്ണമാണ്. അതേപോലെ തന്നെ 22 സറൗണ്ട് സ്പീക്കറും 14 ഹൈറ്റ് ചാനൽ സ്പീക്കറും, പിന്നെ അതേപോലെ തന്നെ 16 ഡ്യുവൽ ബോക്സ് ആയിട്ടുള്ള 18 ഇഞ്ചിന്റെ സബ് വൂഫേഴ്സ്, അതാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ ആക്ഷൻ സീൻസ് അല്ലെങ്കിൽ ഈ പൊട്ടിത്തെറി അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ശരിക്കും നമ്മൾ ക്ലീൻ ആയിട്ട് ഈച്ച് ആൻഡ് എവരി സൗണ്ട് നമ്മൾ കേൾക്കും. ഇപ്പം ഞാനിവിടെ സൂപ്പർമാനാണ് കണ്ടത് നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഇതിനകത്തൊരു സീനുണ്ട്, നമ്മുടെ ക്രിപ്റ്റോ, ആ ഒരു സൂപ്പർമാൻ്റെ നായ, അത് ഓടി വരുന്നൊരു സീനുണ്ട് IC കൂടെ. അത് വന്ന സമയത്ത് നമ്മുടെ ഈ നെഞ്ചിലൊക്കെ ഈ ഇടിപ്പായിരുന്നു. അമ്മാതിരി ബേസും അതേപോലെ തന്നെ എൻ്റെ മുടിയൊക്കെ ഇങ്ങനെ പറക്കായിരുന്നു. ആ ഒരു ലെവലിലാണ് ഇവിടുത്തെ സ്പീക്കർ സിസ്റ്റം വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു കാര്യം നോക്കാനുള്ളതെന്ന് വെച്ചാൽ ഇതിന്റെ ആസ്പെക്ട് റേഷ്യോ, നേരത്തെ പറഞ്ഞ പോലെ ആസ്പെക്ട് റേഷ്യോ ആണ്. ഇത് ഇപ്പോൾ ഒരു ഒഫീഷ്യൽ ആയിട്ട് ഐമാക്സ് സ്ക്രീൻ അല്ലാത്ത കാരണം തന്നെ നമ്മുടെ ഈ ഇപ്പോൾ പടങ്ങളുണ്ടല്ലോ, ഈ ഓപ്പൺ ഹൈമർ പോലത്തെ ഐമാക്സ് പടങ്ങൾ വരുമ്പോൾ ഇവിടെ നമുക്ക് ഒരു 2.20:1 റേഷ്യോയിലാണ് കിട്ടുക. പക്ഷെ ഐമാക്സിൽ നോക്കുകയാണെങ്കിൽ നമുക്കത് 1.43:1 പ്ലേ ചെയ്തിട്ടുണ്ടാവുക. പിന്നെ നമ്മുടെ ഈ തെലുങ്ക് പടം ദേവരായി ഇറങ്ങിയത്, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ അവതാർ 2 ഇംഗ്ലീഷ് പടം, ഇതിനൊക്കെ എക്സ്പാൻഡഡ് റേഷ്യോ ആയിട്ട് 1.85 അല്ലെങ്കിൽ 1.90 നമുക്ക് ഈ സ്ക്രീനിൽ കാണാൻ പറ്റും. അപ്പോൾ ചെറിയൊരു ബ്ലാക്ക് ബാർസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഫ്ലാറ്റ് കണ്ടന്റിന് ഏറ്റവും ബെസ്റ്റ് സ്ക്രീനാണിത്. പിന്നെ ഇരിപ്പ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഒരു 630 സീറ്റ് ഉണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല കുത്തനെയുള്ള ഒരു ഓഡിറ്റോറിയം പോലത്തെ ഒരു സീറ്റിംഗ് സെറ്റപ്പാണ്. അത് ഈ പഴയ ഐമാക്സ് GT സെറ്റപ്പ് ഇങ്ങനെയാണ്, ഗ്രാൻഡ് തിയേറ്റർ സെറ്റപ്പ് ഇങ്ങനെയാണ് അവർ സീറ്റിംഗ് വെച്ചേക്കാറുള്ളത്. പിന്നെ ഇതിന് നമുക്ക് പുറകിലായിട്ട് അങ്ങനെ ചാഞ്ഞിരിക്കാൻ അത്രയ്ക്ക് വലിയൊരു കംഫർട്ട് ഇല്ല. പക്ഷെ എന്നാലും ഓക്കെ ആണ്. ഈ സ്ക്രീൻ ഇത്രയും സൈസൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ ആ സ്ക്രീനിന്റെ ഇതിൽ മയങ്ങി ഇരുന്ന് പോകും. അപ്പൊ നമ്മൾ ഈ ഇരിപ്പിന്റെ കാര്യമൊന്നും അത്രയ്ക്ക് അറിയാൻ ചാൻസ് ഇല്ല. പിന്നെ ഇവിടെ നല്ലൊരു ഫീൽഡ് ഓഫ് വ്യൂ കാണണമെന്നുണ്ടെങ്കിൽ നല്ല നടുക്കായിട്ട് സ്ക്രീൻ, മറ്റേ ഓൾ ഓഡിറ്റോറിയത്തിന്റെ നടുക്കായിട്ട്, ഇപ്പോൾ റോസ് നോക്കുകയാണെങ്കിൽ H തൊട്ട് K വരെയുള്ള റോസിൽ നടുക്കായിട്ടുള്ള സീറ്റ്സ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഫീൽഡ് ഓഫ് വ്യൂ. പിന്നെ നമ്മൾ ഈ വല്ല അറ്റത്തും പോയിരുന്ന് അല്ലെങ്കിൽ ഈ ഫ്രണ്ടിലൊക്കെ പോയിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്ക്രീൻ ഇത്രയും വമ്പൻ സ്ക്രീൻ ആയതുകൊണ്ട് നമ്മൾ ഈ മുകളിലേക്ക് നോക്കി കഴുത്തൊടിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ ഓവറോൾ മൂവി വാച്ചിങ്ങിനെ ആ ഒരു എക്സ്പീരിയൻസ് നശിപ്പിക്കും. അപ്പോൾ അങ്ങനത്തെ സീറ്റ് എടുക്കാണ്ടിരിക്കുകയാണ് നല്ലത്. അപ്പോൾ ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സ്ക്രീൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കൂറ്റൻ സ്ക്രീനാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ
ഡോൾബി അറ്റ്മോസും കൂടി ആകുമ്പോൾ ആ ഒരു ഇമ്മേഴ്സീവ് എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനിവിടെ കണ്ടത് നമ്മുടെ ഇപ്പോൾ റിലീസായിട്ടുള്ള സൂപ്പർമാൻ പടം ആണ്. അപ്പോൾ അതിൻ്റെ 3Dയും 2Dയും രണ്ട് വെർഷനും രണ്ട് ഡിഫറെൻറ്റ് ഷോസ് ആയിട്ട് ഞാൻ ഈ വെള്ളിയാഴ്ച കണ്ടു. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ 3D വെർഷൻ ഇതിൻ്റെ രാവിലെ ആയിരുന്നു ഇതിൻ്റെ ഷോ. ഇപ്പോൾ 3Dക്ക് അവർ ഉപയോഗിക്കുന്നത് എവിടെയായാലും നമ്മുടെ ഐമാക്സ് വെച്ച് ബാക്കി എല്ലാ സ്ഥലത്തും കിട്ടുന്നത് 2K 3D DCP ആണ്. അപ്പോൾ ഇത് 2K DCP ആണെങ്കിലും പിക്ചർ നമ്മുടെ ക്ലാരിറ്റി ഒക്കെ നോക്കുമ്പോൾ ഇത്രയും വലിയ സ്ക്രീനിൽ അതിനൊരു കുറവായിട്ട് എനിക്ക് തോന്നിയേ ഇല്ല. നല്ല കിടിലൻ ക്ലാരിറ്റി ഉണ്ടായിരുന്നു 3Dയിലും. പിന്നെ ബ്രൈറ്റ്നസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡോൾബി 3Dയുടെ ബ്രൈറ്റ്നസ് ഒരു രക്ഷയില്ലാത്ത കിടിലൻ ബ്രൈറ്റ്നസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എവിടെയും ഒരു ഡള്ളായിട്ടുള്ളൊരു ഫീലിംഗ് ഇല്ല. കൺവേർട്ടഡ് 3D പടമായതുകൊണ്ട് തന്നെ നമുക്ക് നേറ്റീവായിട്ട് ഉണ്ടാക്കിയ 3D പടത്തിൻ്റെ ആ ഒരു എഫക്റ്റ് കിട്ടില്ല. എന്നാലും നല്ലൊരു ഡെപ്ത് ഉണ്ടായിരുന്നു ഈ പുറകിലോട്ട്, നമുക്ക് സ്ക്രീനിന്റെ പുറകിലോട്ടുള്ള ഒരു ഡെപ്ത് ഉണ്ടല്ലോ, 3D ഡെപ്ത്, അത് നല്ലോണം ഫീൽ ചെയ്തിരുന്നു. ഈ സ്ക്രീനിന്റെ പുറത്തേക്ക് വരുന്ന എഫക്റ്റ് ഒന്നും അധികം സീൻസിലൊന്നും ഉണ്ടായിരുന്നില്ല, വളരെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ 2D ഷോ ആണ് കണ്ടത്. അത് വൈകിട്ട് 3:15 ഷോ ആയിരുന്നു. അതിന് അവർ പ്രൊവൈഡ് ചെയ്യുന്ന DCP എന്ന് പറയുന്നത് നമ്മുടെ 4K 2D DCP ആണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ഈ മറ്റേ ഫിലിമിലൊക്കെ എടുക്കുമ്പോഴുള്ള ഒരു തരിതരിപ്പ് പോലത്തെ ഉണ്ടാവില്ലേ, ഒരു ഗ്രെയിനി ആയിട്ടുള്ളൊരു ടെക്സ്ചർ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ പക്ഷെ നല്ല ക്ലാരിറ്റി, നല്ല കളറ്, ഭയങ്കര ക്രിസ്പായിട്ട് ആണ് ഫീൽ ചെയ്തത് ഈ 4K പ്രിന്റ്. അപ്പോൾ ഈ കളറൊക്കെ നല്ല ഇങ്ങനെ എടുത്ത് കാണും. അത് എസ്പെഷ്യലി നമ്മൾ ഈ 3D ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അടിപൊളി, നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. എനിക്ക് 2D ആണ് കുറച്ചും കൂടി ചായ്വ് തോന്നിയത്. പിന്നെ ഡോൾബി അറ്റ്മോസ് മിക്സിങ് ഈ പടത്തിന് അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം പല ഫൈറ്റ് സീക്വൻസ് ഈ ആകാശത്ത് വെച്ചിട്ടുള്ള കുറെ ഫൈറ്റ് സീക്വൻസ് ഈ പടത്തിനകത്ത് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ നല്ല ഓഡിയോ നമുക്കിങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ത്രൂ ഔട്ട് ഓഡി. അപ്പോൾ അത് ഒരു കിടിലൻ എഫക്റ്റ് ആയിരുന്നു. പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര മൊരൾച്ചയൊക്കെയുള്ള സൗണ്ട് അല്ലെങ്കിൽ ഭയങ്കര ബേസുള്ള സൗണ്ടൊക്കെ വരുമ്പോൾ ശരിക്കും ആ ഒരു വൈബ്രേഷൻ നമുക്ക് ഫീൽ ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫുൾ ഓഡിറ്റോറിയം തന്നെ നമുക്ക് ഇങ്ങനെ ഒരു വിറയൽ അനുഭവപ്പെടും. അപ്പോൾ പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് കംപ്ലീറ്റ് നമുക്ക് ജെയിംസ് ഗണ്ണിന്റെ നമ്മൾ ഇതിനു മുമ്പത്തെ കുറെ ഗാർഡിയൻസ് ഓഫ് ദ ഗാലക്സി ഒക്കെ കണ്ട പോലെ പുള്ളിക്കാരന്റെ കയ്യൊപ്പുള്ള ഒരു പടം, അതാണ് ഫുള്ള് തോന്നിയത്. പിന്നെ കുറച്ചും കൂടി ലൈറ്റ് ഹാർട്ടഡ് ആണ്. പിന്നെ സൂപ്പർമാൻ കുറച്ചും കൂടി എന്താ പറയുക, മനുഷ്യത്വം കുറച്ചും കൂടി കൂടുതലുള്ള സൂപ്പർമാൻ ആയിട്ട് തോന്നി. എസ്പെഷ്യലി നമ്മുടെ ഇതിനു മുമ്പ് സാക്ക് സ്നൈഡറിന്റെ സൂപ്പർമാൻ വെർഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ലൈറ്ററായിട്ടാണ് ഫീൽ ആയത്. പിന്നെ ഇതിനകത്ത് ഈ നമ്മുടെ കാസ്റ്റിംഗ് ഒക്കെ നന്നായിരുന്നു. ഈ ജസ്റ്റിസ് ഗാങ് എന്നൊക്കെ വിളിക്കുന്ന ആ ഒരു 3 പേരുണ്ടല്ലോ, അപ്പോൾ അവരുടെയൊക്കെ കാസ്റ്റിംഗ് നല്ലായിരുന്നു. പിന്നെ അത്യാവശ്യം കുറച്ച് കോമഡി സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓവറോൾ നല്ല എന്റർടൈനർ ആയിട്ടാണ് എനിക്ക് ഫീൽ ആയത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ PCX ഇപ്പോൾ ഒരു ഐമാക്സ് തിയേറ്റർ അല്ല, അത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഐമാക്സ് ആയിട്ടുള്ള ലീസ് അവർ തീർത്തിരുന്നു. അപ്പോൾ പക്ഷെ അങ്ങനെ ആണെങ്കിൽ തന്നെയും ഈ സ്ക്രീൻ എന്ന് പറയുന്നത് ഏകദേശം ഐമാക്സ് പോലെ തന്നെ അത്രയും ഇമ്മേഴ്സീവ് ആയിട്ടുള്ളൊരു പടം കാണൽ എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയത് ഇവിടെ. അപ്പോൾ ഇതിൽ ആകെ കൂടി ഒരു വ്യത്യാസം എന്ന് പറയാനായിട്ട് നമുക്ക് ഈ ഐമാക്സിലാണെങ്കിൽ അവിടെ ഐമാക്സ് DMR ചെയ്തിട്ടുള്ള DCP ആണ് കിട്ടുക. അത് നമുക്കിവിടെ കിട്ടില്ല. പക്ഷെ അതൊരു കുറവായിട്ട് എനിക്ക് തോന്നിയതേ ഇല്ല. കാരണം ഈ സ്ക്രീനിന്റെ ഓവറോൾ ആ ഒരു വമ്പൻ സൈസും പിന്നെ ഈ കിടിലം പ്രൊജക്ടറിന്റെ ക്ലാരിറ്റി ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ ഇന്ത്യയൊക്കെ തന്നെയുള്ള ബാക്കിയുള്ള ലേസർ XT അല്ലെങ്കിൽ കോള ഐമാക്സ് ഒക്കെ ആയിട്ട് നമുക്ക് കിടപിടിക്കുന്ന രീതിയിൽ തന്നെ ഈ തിയേറ്റർ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ സീനോൺ 2K ഐമാക്സ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അമ്മാരി ക്ലാരിറ്റി കൂടുതലാണ് ഇവിടെ. ഇത് ഇതിനായിരിക്കും ഒരു അപ്പർ ഹാൻഡ്. പിന്നെ സ്ക്രീൻ സൈസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിപ്പോൾ ഇന്ത്യയിലത്തെ രണ്ടാമത്തെ വലിയ സ്ക്രീനാണ്. അപ്പോൾ അത് കാരണം തന്നെ ഫ്ലാറ്റ് ആസ്പെക്ട് റേഷ്യോ കണ്ടന്റ് ഈ പടങ്ങൾ ഇപ്പോൾ ഹോളിവുഡ് ആയാലും അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ പടങ്ങളായാലും ഈ സ്ക്രീനിൽ കാണുമ്പോൾ അത് വേറെ എവിടെയും കിട്ടാത്തൊരു അനുഭവം തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. പിന്നെ ഇവിടെ ലോക്കൽ ലാംഗ്വേജ് നമ്മുടെ തെലുങ്ക് പടങ്ങളൊക്കെ വരാൻ നേരത്ത് എസ്പെഷ്യലി ഇപ്പോൾ നോൺ ഐമാക്സ് ആയിട്ടുള്ള തെലുങ്ക് പടങ്ങളൊക്കെ കാണുമ്പോൾ അതൊക്കെ ഇവിടെ പ്ലേ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ തിയേറ്ററുകാരുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഈ സ്ക്രീനിലെ. കാരണം ഇപ്പോൾ ഐമാക്സ് ആണെങ്കിൽ ഇപ്പോൾ ഐമാക്സ് DMR ഇല്ലെങ്കിൽ അതൊന്നും കാര്യം ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഇവരുടെ ഓവറോൾ ആയിട്ടുള്ള നമ്മുടെ ഇപ്പോൾ റവന്യൂ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന് ഈ ബാക്കി ഭാഷാ പടങ്ങളൊക്കെ ഇങ്ങനെ പ്ലേ ചെയ്യാൻ പറ്റുന്നത് വളരെ ഒരു നല്ല കാര്യമായിട്ടാണ് അവർക്കും ബിസിനസ് വൈസ് ഫീൽ ആയിട്ടുള്ളത്.
പിന്നെ ഇതിൻ്റെ മാനേജ്മെൻറ്റ് ടീം കിടിലിനാണ്. കാരണം നമ്മൾ ഈ ഫാൻസ് ഇഷ്ടം പോലെ ഉണ്ട്, ഇന്ത്യ മൊത്തം ഈ സ്ക്രീനിന് ഫാൻസാണ്. നമ്മൾ ഈ എക്സ് പ്ലാറ്റ്ഫോമൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതിനെപ്പറ്റി ആൾക്കാർ വാദോരാതെ സംസാരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ അവർ ഈ നമ്മുടെ ഫാൻസൊക്കെ പറയുന്ന കാര്യങ്ങൾ, എന്തെങ്കിലും റിക്വസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ അതൊക്കെ അക്സെപ്റ്റ് ചെയ്ത് അതിനനുസരിച്ചൊക്കെ നമ്മുടെ പടം ഇടാറോ അല്ലെങ്കിൽ ടൈമിങ്സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ക്ലീൻ ആയിട്ട് ചെയ്യാറുണ്ട്. അത് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആണ് ഈ സ്ക്രീനിൻ്റെ. അതേപോലെ തന്നെ നമുക്ക് ഈ എക്സ് പ്ലാറ്റ്ഫോമിൽ നമുക്കൊരു തിയേറ്ററിൻ്റെ ടെക്നിക്കൽ ഓപ്പറേഷൻ മാനേജർ ഒരു കക്ഷിയുണ്ട്, നമ്മുടെ മോഹൻ കുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ പുള്ളിക്കാരനും ഇതേപോലെ അത്യാവശ്യം നല്ല കിടിലൻ ഫാൻ ഫോളോയിങ്ങും ആൾക്കാരൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ പുള്ളി ഇതേപോലെ തന്നെ ഫാൻസിൻ്റെ റിക്വസ്റ്റൊക്കെ കേട്ട് അതിനനുസരിച്ചൊക്കെ നിൽക്കാറുള്ള ഒരാളാണ്. അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു സംഭവമാണ്. അപ്പോൾ PCX എന്തുകൊണ്ട് ഇപ്പോൾ നമ്മൾ അവിടെ ഇപ്പോൾ നാട്ടിലാണെങ്കിൽ എന്തുകൊണ്ട് അവിടെ വരെയൊക്കെ ട്രാവൽ ചെയ്ത് പോകണം എന്ന് വെച്ചാൽ അത് ഒരിക്കൽ പോകേണ്ട ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. അതിപ്പോൾ ആരോടായാലും ഞാൻ അങ്ങനെ തന്നെ പറയും. കാരണം ഇത് വെറുതെ ഒരു സാധാരണ ഒരു തിയേറ്റർ പോയി കാണൽ എന്നുള്ളതല്ല, അത് ശരിക്കും ഒരു അനുഭവം തന്നെയാണ്. ഇത് ഇത്രത്തോളമൊക്കെ പറയാൻ പറ്റുള്ളൂ, കണ്ടറിയണം, അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് മനസ്സിലാവുള്ളൂ. പിന്നെ ബാക്കിയുള്ള പടങ്ങൾ ഇപ്പോൾ 3D ആണെങ്കിൽ 3D പടം, അല്ലെങ്കിൽ ഇപ്പോൾ തെലുങ്കിലെ നമ്മുടെ RRR പോലത്തെ വമ്പൻ പടങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഇവിടെ കാണുകയാണെങ്കിൽ ഒരു രക്ഷ ഉണ്ടാവില്ല. എസ്പെഷ്യലി നമ്മുടെ ഇവിടെ വരുന്ന ക്രൗഡും അതുപോലെ തന്നെ ആയിരിക്കും. നല്ല ഓളത്തിൽ കാണാൻ പറ്റിയ ഒരു സ്ക്രീനാണിത്. പിന്നെ ഇതിൽ നല്ല വലിയ പടങ്ങളൊക്കെ റിലീസ് ആകുമ്പോൾ ഏറ്റവും വലിയൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ നേരത്തെ തന്നെ ബുക്കിംഗ് തുടങ്ങുമ്പോൾ തന്നെ ബുക്ക് ചെയ്തേക്കുക. അല്ലെങ്കിൽ ഈ ഫ്രണ്ട് മറ്റേ നമ്മുടെ മിഡിൽ റോ ആയിട്ടുള്ള നല്ല ഫീൽഡ് ഓഫ് വിഷൻ സീറ്റ്സ് ഒക്കെ ആദ്യം തന്നെ എടുത്തു പോകും. അപ്പോൾ ആദ്യം തന്നെ അതൊക്കെ ബുക്ക് ചെയ്യാൻ നോക്കുക. പിന്നെ പടം തുടങ്ങുന്ന ഒരു അരമണിക്കൂറൊക്കെ മുമ്പ് വന്നാൽ നല്ല അടിപൊളിയായിട്ടുള്ള കുറേ ട്രെയിലറും കാര്യങ്ങളൊക്കെ അവർ ഇടുന്നുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ നമ്മുടെ ഫുഡ് ആൻഡ് ബെവറേജ് ഓപ്ഷൻസ് ഉണ്ടല്ലോ, ഈ പോപ്കോൺ അല്ലെങ്കിൽ അതേപോലെ കുറച്ച് പെപ്സി, പിന്നെ അല്ലെങ്കിൽ കാപ്പി, അതുപോലത്തെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ PVR ഐനോക്സ് സിനിപോളിക്സ് ഒക്കെ ഒരു രക്ഷയില്ലാത്ത കത്തിയാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പോൾ അതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ചീപ്പാണ്. അപ്പോൾ പ്രസാദ്സിലെ ഈ PCX സ്ക്രീൻ എടുത്തു നോക്കുമ്പോൾ ഇത് നമുക്ക് എങ്ങനെ നോക്കിയാലും പറയാൻ പറ്റും ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ള പ്രീമിയം ലാർജ് ഫോർമാറ്റ് സ്ക്രീനാണ്. അതേപോലെ തന്നെ സിനിമ കാണുമ്പോൾ ആ ഒരു കംപ്ലീറ്റ് ഇമ്മേഴ്സീവ് ഇഫക്റ്റ് തരാൻ ഈ സ്ക്രീനിന് നല്ലോണം സാധിക്കുന്നുണ്ട്. ഇത് പെർഫെക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ പെർഫെക്റ്റ് സ്ക്രീൻ അല്ല. അതിപ്പോൾ ഏത് സ്ക്രീൻ എടുത്താലും പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് പറയാനില്ല, എന്തെങ്കിലുമൊക്കെ പ്രശ്നം അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. അങ്ങനെ നോക്കുമ്പോൾ അല്ല, പക്ഷേ നമുക്ക് ഈ തരുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഈ കൊടുക്കുന്ന കാശിന് വർത്താണ്, കംപ്ലീറ്റ് വർത്താണ്. അപ്പോൾ നിങ്ങൾ ഇതിനു മുമ്പ് എക്സ്പീരിയൻസിൽ ചെയ്തിട്ടുണ്ടോ PCX? എപ്പോഴെങ്കിലും നിങ്ങൾ PCXൽ ഇപ്പോൾ പടം കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് ഇവിടെ കമൻസിലൊന്ന് പറയാം. അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾ കണ്ടിട്ടുള്ള പടങ്ങളിൽ ഏത് പടം കണ്ടിട്ടാണ് നിങ്ങൾക്ക് ശരിക്കും കിളി പോയിട്ടുള്ളത്, അതിനെക്കുറിച്ചും നിങ്ങൾക്ക് കമൻസിൽ പറയാം. അപ്പോൾ അതാണ് എനിക്ക് PCXനെ പറ്റി ഓവറോൾ പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈക്ക്, സബ്സ്ക്രൈബ് അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാം. പിന്നെ ഇതിനെക്കുറിച്ച് ബാക്കിയും ഇതേപോലെ തന്നെ കുറേ തിയേറ്റർ ഡീപ്പ് ഡൈവ് വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, കുറേ ട്രാവൽ ചെയ്ത് പോയി കാണണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നടത്തണം. അപ്പോൾ അടുത്ത പ്രാവശ്യം കാണുന്നവരെ നിങ്ങൾ മൂവിയൊക്കെ കണ്ടിരിക്കും. അപ്പോൾ പീസ്.